കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നമ്മെ ഓരോ നാളും അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന നല്ലവൻ. ആ ദൈവം ഒരു നാൾ നമ്മെ കൈവിടാതെ അവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ 8-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വചനം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. യേശു ഇവിടെ പറയുകയാണ്, സത്യമായും ഞാൻ അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഉണ്ടായിരുന്നവൻ. യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു. യേശു ശരീരമായി ഈ ഭൂമിയിൽ മാംസമായി ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. ആ യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. വാസ്തവമായി യേശു അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഉണ്ടായിരുന്നവൻ. പിതാവായ ദൈവം ഈ ലോകത്തിൽ മനുഷ്യന്റെ പാപം പെരുകിക്കൊണ്ടിരിക്കുന്നത് കണ്ട്, മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നത് കണ്ട്, ആ മനുഷ്യനെ വിടുവിക്കുവാനായി പരിശുദ്ധാത്മാവ് മറിയായുടെ ഉള്ളിൽ വന്ന് ആ മറിയായിലൂടെ അവിടെ യേശു ശരീരമായി ഇവിടെ അവതരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനമെല്ലാം പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ അതെ അബ്രഹാമിനെ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാർ അനേക വർഷങ്ങൾക്ക് മുൻപേ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി കണ്ടിരിക്കുന്നു. അവൻ വിശ്വാസമുള്ള ദൈവത്തിന്റെ മകനായി ഇരുന്നിരിക്കുന്നു. ആ ദൈവത്തോട് കൂടെ ചേർന്നവൻ അബ്രഹാം. ആ അബ്രഹാമിനെ നീ എങ്ങനെ അറിയും എന്ന് അനേകരുടെ മനസ്സിൽ അതേ സംശയമുണ്ടാകുകയാണ്. ഈ ലോകം മുഴുവനും യേശുവിലൂടെ ഉണ്ടായിരിക്കുന്നു. യേശു ഇല്ലാതെ ഈ ലോകം ഉണ്ടായത് ഇല്ല. ഇവിടെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായി കഴിയും, യേശു തന്നെ അവർ സ്വന്തമായി അവിടെ ജനത്തോട് സംസാരിക്കുകയാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട്. അതെ, അനേകം വർഷങ്ങൾക്ക് മുൻപേ ഇരുന്ന അബ്രഹാമിനേക്കാളും മുമ്പേ യേശു ഉണ്ടായിരുന്നു. അവൻ ശരീരമായി നമ്മുടെ ഈ ഭൂമിയിൽ വന്നിട്ട് അതെ 2025 വർഷം മുമ്പേ വന്നിരിക്കുന്നു. ബട്ട് അവർ ഈ ഭൂമി ഉണ്ടാകുന്നത് മുതലേ, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ അവർ ഉണ്ടായിരുന്നു. അത് നിശ്ചയമായി യേശു എടുത്തു പറയുകയാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. ദൈവത്തിന്റെ വചനങ്ങളെ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അതേ, അബ്രഹാം ദൈവത്തോട് കൂടെ പറ്റിച്ചേർന്നിരുന്ന ഒരു മനുഷ്യൻ, ആ ദൈവത്തോട് കൂടെ ചേർന്ന് നടന്ന ഒരുവൻ ഇവിടെ നമുക്ക് കാണുവാനായി കഴിയും. വിശ്വാസമായിരുന്ന ഒരുവൻ. ആ അബ്രഹാമിന്റെ മകനെ യാഗം കഴിക്കുവാനായി അതെ ദൈവം ആവശ്യപ്പെടുമ്പോൾ ഒരു സംശയവുമില്ലാതെ, മനസ്സിൽ ഒരു കഷ്ടവുമില്ലാതെ അവൻ തന്റെ മകനെയും കൊണ്ട് യാഗത്തിനായി കടന്നു പോകുകയാണ്. ഈ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. നിശ്ചയമായി അവർ ദൈവത്തിന്റെ കുമാരനായി നമ്മുടെ മധ്യയിൽ ഇറങ്ങി വന്നു. ഇവിടെ നമുക്ക് വായിക്കുവാനായി കഴിയും, അനേകം ഇടങ്ങളിൽ, പഴയ നിയമത്തിലെല്ലാം അനേക ഇടങ്ങളിൽ നമുക്ക് വചനം വായിക്കുവാനായി കഴിയും. അവർ അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അനേകം സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഇവിടെ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്ന് അവിടെ പറയുകയാണ്. അതെ, നമുക്ക് പുറപ്പാട് 3-ാം അധ്യായം
അതിന്റെ 6-ാമത്തെ വചനത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ നമ്മുടെ സർവശക്തനായ ദൈവം. ആ ദൈവം നമ്മുടെ ദൈവം. ആ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ടായിരുന്നു എന്ന് യേശു ധൈര്യത്തോടെ സംസാരിക്കുകയാണ്. ഇന്ന് നാം ആരാധിക്കുന്ന യേശു, അവൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവൻ, ഈ ലോകത്തിലെ സകലത്തെയും അറിയുന്നവൻ, ഈ ലോകം അവരിലൂടെ ഉണ്ടായവൻ. ആ ദൈവത്തെ നാം ആരാധിക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, അവൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, നിന്റെ പിതാക്കന്മാരുടെ ദൈവം. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്നും നിശ്ചയമായി നിന്നെയും നിന്റെ കുടുംബത്തെയും അവർ വഴി നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ദൈവമേ, നിന്റെ വചനങ്ങളെ ഞങ്ങൾ കേൾക്കുവാൻ നീ കൃപ ചെയ്തതിനായി സ്തോത്രം. നിന്റെ ബലമുള്ള കരത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ നീ ഉണ്ടായിരുന്നു എന്നുള്ള വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ വിശ്വാസത്തോടെ യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതലുണ്ടാകട്ടെ, അനേക രോഗികൾ സൗഖ്യമാകട്ടെ, അനേക വ്യാധിസ്ഥർ ഗുണമാകട്ടെ. ഇപ്പോൾ പൂർണ്ണമായി ഒരു സൗഖ്യമുണ്ടാകട്ടെ. ഭാരത്തോടെ കണ്ണുനീരോടെ ഇരിക്കുന്ന മക്കൾ ഒരു വിടുതൽ ഉണ്ടാകുന്ന കൃപയ്ക്കായി സ്തോത്രം.